നമുക്ക് ഓർമ്മയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ വേദനിപ്പിച്ചവരെ മറക്കാൻ കഴിയില്ല എന്നുള്ളത്. ആ കുട്ടികളോടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേർക്കുനേർ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു പുതിയ വിവാദം ഉണ്ടാകുന്നത് അതിപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലെ വിമർശനം അത് പലർക്കുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ KSU പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കൂടുതൽ KSU നേതാക്കൾ രംഗത്ത്. മുക്കാൽ പിണറായി അല്ല അധികാരത്തിലിരുത്തിയതെന്ന് KSU സംസ്ഥാന ട്രഷറർ ആദിൽ KKB റിപ്പോർട്ടറിനോട് പറഞ്ഞു. KSUക്കാരുടെ തല തല്ലിപ്പൊളിച്ചവർ സർക്കാരിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ മനസ്സ് വ്രണപ്പെടുമെന്നും വിമർശനം. KSUവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തിരുത്തണമെന്നും ആവശ്യം. പ്രതികരണം കാണാം. അത് KSUക്കാരെ സംബന്ധിച്ചും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നേതൃത്വം പോയാൽ അത് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഏത് അധികാര കേന്ദ്രത്തിലുള്ളതാണെങ്കിലും അവിടെ ചോദ്യങ്ങൾ ഉയരും. പിണറായി വിജയൻ PMCയിൽ ഒപ്പിട്ടപ്പോൾ മിണ്ടാകുന്ന SFIയെ പോലെ മിണ്ടാതിരിക്കുന്ന സംഘടന അല്ല KSU. അതൊരു മുക്കാൽ പിണറായി എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് KSUക്കാർക്ക് ഇതിൽ എന്ത് ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ളവൻ്റെ തല തല്ലിപ്പൊളിച്ച ഒരു സംഘടന, ആ സംഘടന ഈ UDF ഒരു അധികാരത്തിലെത്തുന്ന സമയത്ത് ആ സംഘടനാ പ്രവർത്തകർ ഇതിൻ്റെ ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് വ്രണപ്പെടും. ഈ പറഞ്ഞത് തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് നേതൃത്വം തിരുത്തും. ഇതിലൊക്കെ മാറ്റം വരും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി KPCC വക്താവ് അഡ്വക്കേറ്റ് VR അനൂപും രംഗത്തെത്തി. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്ത മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാർക്ക് അവസരം നിഷേധിക്കുന്നുവെന്നാണ് അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. അതിനു മുൻപ് ഈ വിഷയത്തിൽ T സിദ്ദിഖ് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഈ പ്ലീഡർ നിയമനത്തിൽ KSUവിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് മന്ത്രി T സിദ്ദിഖ് കൂടി പറഞ്ഞു. ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടാകുമെന്നാണ് സിദ്ദിഖിന്റെ പ്രതികരണം. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ വോയിസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഒരു ജനാധിപത്യം ഇല്ലാത്ത സംവിധാനമൊന്നുമില്ലല്ലോ UDF ഗവൺമെന്റും പാർട്ടിയും. അത് തർക്കമൊന്നുമില്ല. അത് ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാത്തത്. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രസാദ്, KSU നേതാക്കൾക്ക് ഇതിലുള്ള അമർഷം തന്നെ നമുക്ക് ആദ്യം പറയാം. പ്രത്യേകിച്ച് അലോഷ്യസ് സേവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വിവാദമായി മാറി. അതായത് ഈ നെറികേടിനെതിരെ വിരൽ ചൂണ്ടുന്നവരൊക്കെ ധിക്കാരികളാണെങ്കിൽ ഞങ്ങൾ ആ ധിക്കാരികളാണെന്നാണ് അലോഷ്യസ് സേവർ പറഞ്ഞു വെച്ചത്. കടുത്ത അമർഷം ഇങ്ങനെ പുകയുകയാണ്. KSUവിനകത്ത് നിന്ന് കൂടുതൽ പേർക്ക് ഇതിൽ വലിയ അതൃപ്തിയുണ്ട്. അനൂപിന്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം, അതായത് ശശികലയ്ക്കും സംഘത്തിനുമൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് നിന്നുകൊടുത്ത മുഖ്യമന്ത്രിക്ക് സ്വന്തം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാൻ എന്താണ് പ്രശ്നമെന്ന ചോദ്യം ഉയരുന്നു. ന്യായമല്ലേ? റോഷ്നി, കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന UDF സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പല ആളുകളും പറയുന്ന ഒരു കാര്യം, ഒരു കൂടിയാലോചനയും ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ വിവാദങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്നത് എന്നതാണ്. അതിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ആ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനത്തിലായാലും ശരി, അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആരുമായും കൂടിയാലോചന നടത്തിയിരുന്നില്ല. എല്ലാവരും കരുതിയിരുന്നത് ആ രീതിയിലുള്ളൊരു കൂടിയാലോചന അത് വിട്ടുപോയതായിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ കൂടിയാലോചന നടത്തിയില്ല എന്നു മാത്രമല്ല, UDFനെ അധികാരത്തിലേറാൻ വേണ്ടി വലിയ രീതിയിൽ സഹായിച്ച അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് ഇന്നലെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അതൊരു KSU പ്രവർത്തകനും സഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അതിലിപ്പോൾ DYFIക്ക് പോലും SFIക്ക് പോലും സങ്കടമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ പറയുന്നത് ഇത് ആരോടും പറഞ്ഞുകൂടാ ഇങ്ങനെ എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ അവരൊരു സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. ആ രീതിയിലായിരുന്നു ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി KSUവിനെ അപമാനിച്ചത്. ആ രീതിയിലാണ് പ്രതികരണവും വരുന്നത്. ഇത് കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് റോഷ്നി. അതായത് ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു പോസ്റ്റ്, അതിൽ പറയുന്നത് VD എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് മേനോനെ എന്ന് വിളിപ്പിക്കരുത് തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങളും പരാമർശങ്ങളുമാണ് പഴയ KSU പ്രവർത്തകരും നിലവിലുള്ള KSU പ്രവർത്തകരും
സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നതും അതുപോലെ തന്നെ പരസ്യമായ പ്രതികരണം നടത്തുന്നതും ചുരുക്കത്തിൽ KSUയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ KSUവിനകത്തു നിന്നും മാത്രമല്ല പുറത്തുനിന്നും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് പൂർണ്ണമായും മറ്റു തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയൊന്നും ടി സിദ്ദിഖ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് മറ്റു തരത്തിൽ കുടുംബത്തിലാകുമ്പോൾ ഇത്തരം വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ടി സിദ്ദിഖ് പറയുന്നത്. സിദ്ദിഖിന് മറ്റൊന്നും പറയാനും കഴിയില്ല എന്നൊരു പ്രശ്നം ഇവിടെയുണ്ട്. ഇതിലുള്ളൊരു കാര്യം റോഷ്നി, പാർട്ടി നേതൃത്വം അതല്ലെങ്കിൽ മുന്നണി നേതൃത്വം ആ രീതിയിലുള്ള കൂടിയാലോചനകൾ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ അതൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് കൂടെയുള്ളവരെ തള്ളി പറഞ്ഞത് റോഷ്നി. യെസ്, മാത്രമല്ല പ്രസാദ്, ഇപ്പോ മന്ത്രി സിദ്ദിഖ് തന്നെ ഇതിൽ പറയുന്നൊരു വിഷയമുണ്ടല്ലോ, ഓരോരുത്തരായി ഇങ്ങനെ ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. KSUവിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നാണ് മന്ത്രി ടി സിദ്ദിഖ് പറയുന്നത്. അത് കൂടിക്കാഴ്ചയ്ക്ക് കൂടിയുള്ള ഒരു അവകാശം ശരിക്കും KSUവിന് ഉണ്ടല്ലോ, കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ഒരു അവകാശം. ഒരു കുടുംബമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനി ചിലപ്പോൾ മറ്റു നേതാക്കളും പറഞ്ഞേക്കാം ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്നൊക്കെ. പക്ഷേ കാര്യങ്ങൾ അത്ര ശരിക്കല്ല പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു SFI പ്രവർത്തകൻ അല്ലെങ്കിൽ സജീവമായ CPIM പ്രവർത്തകനെ ഭരണത്തിന്റെ ഭാഗമായുള്ള സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട സംഘടനകൾ പ്രതികരിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു SFI പ്രവർത്തകനാണ് വരുന്നതെങ്കിൽ അതിൽ KSU പ്രതികരിക്കും. ഒരു DYFI പ്രവർത്തകനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കും. ആ രീതിയിൽ തന്നെയാണ് അവരതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിലെടുത്ത നിലപാടാണ് പ്രശ്നം. മുഖ്യമന്ത്രി വളരെ പരസ്യമായി അവരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവരുടെ അസ്തിത്വം തന്നെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. വലിയ പരിഹാസമായിരിക്കും അവർ ഈ വിഷയത്തിൽ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ വരുന്നത് വരെ തെരുവിൽ അടികൊണ്ടവരാണ് അവരെല്ലാവരും. സർക്കാർ വരാൻ വേണ്ടി വലിയ ത്യാഗം ചെയ്തവരാണ് അവരെല്ലാവരും. അവരുടെ മുഖത്ത് നോക്കിയാണ് മുഖ്യമന്ത്രി ഈ വർത്തമാനം പറഞ്ഞത്. ഇതിനി അത്ര പെട്ടെന്ന് അങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല റോഷ്നി, ഇത് തുടരാൻ തന്നെയാണ് സാധ്യത.